ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേൻനെല്ലിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. തേൻനെല്ലിക്ക കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തേൻനെല്ലിക്ക വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒട്ടും കേടാകാതെ നല്ല രുചികരമായിട്ടുള്ള തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണ്. അധികം ചേരുവകളും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം നെല്ലിക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് നിറയെ. ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിലോട്ട് ശർക്കരയും തേനും ഒക്കെ നന്നായിട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ തന്നെ ഹോളിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു സ്റ്റീമറിലോ ഇഡലി തട്ടിലോ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക. 20 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളത്തിലിട്ടും വേവിച്ചെടുക്കാറുണ്ട്, പക്ഷേ ആവി കയറ്റി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും അധികം പോകില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തേൻ നെല്ലിക്ക ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചുവട് കെട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 200 ഗ്രാം ശർക്കരയുണ്ട്. ശർക്കര എടുക്കുമ്പോൾ നല്ല ശർക്കര നോക്കി എടുക്കുക. ഒട്ടും മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കര എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് പഞ്ചസാര വെച്ചിട്ട് ചെയ്യുന്നതാണ്. ടേസ്റ്റ് കൂടുതൽ പഞ്ചസാര വെച്ച് ഉണ്ടാക്കുന്ന തേൻനെല്ലിക്കയാണ്. പക്ഷേ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശർക്കര വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ശർക്കരയിൽ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമേ ചേർക്കാവൂ, വെള്ളം കൂടി പോകരുത്. 4 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ഇഞ്ച് കഷ്ണം പട്ട ചേർത്താൽ മതി. ഇനി തീ സിമ്മിലോട്ട് വയ്ക്കുക. തേൻനെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൊത്ത സമയവും തീ സിമ്മിൽ തന്നെ വെച്ചേക്കണം. മീഡിയത്തിലോ ഹൈ ഫ്ലെയിമിലോ ഒന്നും ഇടാൻ പാടില്ല. കുറേ ടൈം എടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിത് വേവിച്ചെടുക്കണം. ഈ നെല്ലിക്കയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം. തീ കൂട്ടിയിട്ടാൽ ശർക്കരപ്പാനി പെട്ടെന്ന് വറ്റിപ്പോവും. നെല്ലിക്കയുടെ അകത്തൊന്നും ശർക്കര പിടിച്ചു വരില്ല, അടിക്ക് പിടിക്കത്തൊന്നുമില്ല. നമ്മൾ സിമ്മിലല്ലേ ഇട്ടേക്കുന്നത്. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് ഇളക്കിയാൽ മതി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ കളർ ചേഞ്ചായി വരണം. പഞ്ചസാര ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല ഗ്ലാസ് പോലെ ആയി വരും കേട്ടോ. കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് നല്ല ഇങ്ങനെ കറുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത് വരണം. അപ്പോൾ നന്നായിട്ട് ചൂടുമാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 180 ഗ്രാം തേൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടോടെ നമ്മൾ തേൻ ഒഴിക്കരുത്, എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ പോവും. തേനും നല്ല കറുത്ത തേനാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. തേനും കൂടെ നെല്ലിക്കയിൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ 3-4 ദിവസം കൂടി വച്ചേക്കണം കേട്ടോ. ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഒക്കെ വയ്ക്കാം. വെള്ളം ഇല്ലാത്ത കണ്ടെയ്നറിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ ഇരിക്കും. ഞാനിത് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് നെല്ലിക്കയാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ്. ദിവസം 1 കഴിച്ചാൽ മതി. അപ്പോൾ നെല്ലിക്ക എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, വെള്ളമില്ലാത്ത സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.